നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലെസൺ 2 നാട്ടക്, അതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് എക്സസൈസ് നോക്കാം, ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ലെസൺ 2 നാട്ടക്കിൻ്റെ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. ലാപ്പർവാഹി എന്നുവെച്ചാൽ ഹിന്ദിയിൽ അസാവധാനി, ഇറസ്പോൺസിബിലിറ്റി. ആശ്ചര്യ ഹിന്ദിയിലെ മീനിങ് ആണ് ഹൈറാണി അല്ലെങ്കിൽ അമേസ്മെൻറ്റ്. റൈസ് എന്ന് വെച്ചാൽ സമ്പന്ന और പ്രതിഷ്ഠിत വ്യക്തി, അരിസ്റ്റോക്രാറ്റ് ഇംഗ്ലീഷിൽ. വിരുദ്ധ് എന്നുവെച്ചാൽ के खिलाफ, विरुद्ध के खिलाफ, अगेंस्ट. श्रेणी वर्ग അല്ലെങ്കിൽ कैटेगरी. नेक्स्ट उपदेश, शिक्षा की बात बतलाना, प्रीचिंग. बड़ाई करना, प्रशंसा करना, टू ब्रैग कट इंग्लिश टू ब्रैग. बिगड़ेल बिगड़े हुआ, पोवर्ट. वार्षिकोत्सव साल में होने वाला उत्सव, एनिवर्सरी और एनुअल डे लाइक इन फंक्शंस, एनुअल डे. अवकाश मीन्स छुट्टी, वेकेशन, इन इंग्लिश इज वेकेशन. അടുത്തത് चूज द करेक्ट ऑप्शन, सही विकल्प चुनिए. कक्षा में सबसे शरारत लड़के कौन थे? കക്ഷയിൽ ആരായിരുന്നു കുറുമ്പ് കാണിക്കുന്ന ലड़ക്ക? ആരൊക്കെയായിരുന്നു? सबसे शरारत लड़के कौन थे? ഒന്ന് സതീഷ് और व्योमेश, जगत और रत्नेश, मनीष और योकेश, राम और सूरज. ആരായിരുന്നു? फर्स्ट वन सतीश और व्योमेश. किससे, രണ്ടാമത്തെ ചോദ്യം കേട്ടോ, किससे व्योमेश और सतीश का शरारतें बर्दाश्त नहीं हो रही थी? किससे व्योमेश और सतीश की शरारतें बर्दाश्त नहीं हो रही थी? ഒന്ന് രത്നേഷ്, സാഗർ, ജഗത്, മനീഷ്. ആർക്കായിരുന്നു? ജഗത്. आंसर इज थर्ड वन, जगत. सतीश और व्योमेश को फेल होने का डर क्यों नहीं था? सतीश और व्योमेश को फेल होने का डर क्यों नहीं था? नंबर वन, वे दोनों रईस घर के थे. नंबर टू, प्रिंसिपल सर उनके पापा को जानते थे. नंबर थ्री, वे पढ़ने लिखने में बहुत अच्छे थे. नंबर फोर, पहले दो विकल्प सही है. पहले दो വെച്ചാൽ ആദ്യത്തെ രണ്ടെണ്ണം ശരിയാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആൻസർ ഈസ് ദ ഫോർത്ത് വൺ, पहले का दो विकल्प सही है. അതായത് വേ दोनों रईस घर के थे, प्रिंसिपल सर उनके पापा को जानते थे. ഇത് രണ്ടുമാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ പഹലെ ദോ വികൽപ്പ് സഹി ഹെ എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം ശരിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് पाठ के अनुसार वाक्यों का क्रम 1 2 3 लिखिए, मतलब अकॉर्डिंगली. റൈറ്റ് എ സീക്വൻസ് 1 2 3 അക്കോർഡിംഗ് ടു ദ ലെസൺസ്. നമ്മൾ പഠിച്ച് വന്നതിനനുസരിച്ചുള്ള സീക്വൻസിൽ ഈ സെൻറ്റൻസുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ, ജഗത് പഠനെ में अच्छा है. वार्षिकोत्सव पर हर साल नाटक होता है. सभी विद्यार्थी कक्षा में उपस्थित हुए. हम लोगों को फेल कौन करेगा? ആദ്യത്തെ വരുന്നതാണ് നമ്പർ 1 വരും, हम लोगों को फेल कौन करेगा. രണ്ടാമത്തെ വരുന്നതാണ് ജഗത് പഠനെ में अच्छा है, फर्स्ट वन. ओके.
തേർഡ് വരുന്നതാണ് രണ്ടാമത്തെ ലൈന്. വാർഷികോത്സവ് पर हर साल नाटक होता है. നാലാമത്തെയാണ് ഈ തേർഡ് ലൈൻ വരുന്നത്, നാലാമത്തെ കേട്ടോ. സഭി വിദ്യാർത്ഥി കക്ഷാ മേ ഉപസ്ഥിത് ഹുവ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടല്ലോ. कंप्लीट सेंटेंस विथ करेक्ट वर्ड. सही शब्दों से वाक्य पूरा कीजिए. नाटक के साथ ही डैश का काम समाप्त हो गया. नाटक का साथ ही, नाटक കഴിഞ്ഞ ഉടനെ ഡാഷ് का काम समाप्त हो गया. എന്താണ്? വാർഷികോത്സവ്. വാർഷികോത്സവ് കേട്ടോ, ഇതിൻ്റെ അർത്ഥമാണ് വാർഷികോത്സവ്. सभी डैश कक्षा में उपस्थित हुए. इधर उत्तरम विद्यार्थी. सभी विद्यार्थी कक्षा में उपस्थित हुए. ये दोनों डैश से ही शरारतें कर रहे थे. अपन तो ये दोनों डैश से, अपन तो जुलाई से ही, ये दोनों जुलाई से ही शरारतें कर रहे थे. जुलाई क्यों जुलाई. अकेले पाकर दोनों डैश कर बैठेंगे. अकेले पाकर दोनों डैश कर बैठेंगे. क्या? मारपीट. ഈ ഠാ ഇതാണ് കേട്ടോ, മാർപീട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ചിന്തിച്ച് പറഞ്ഞു പഠിക്കാനുള്ളതാണ്. സതീഷിനെ രത്നേഷ് കെ സാത്ത് ക്യാ കിയ. സതീഷ് രത്നേഷിനെ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സതീഷ് ने सुबह सुबह रत्नेश की कमीज पर किवान चिपका दी. ये सतीश ने सुबह सुबह रत्नेश की कमीज पर किवान चिपका दी थी. കേട്ടോ, ആൻസർ നോക്ക്. ആൻസർ ഞാൻ ടെക്സ്റ്റിലും കാണിച്ചു തരാം. എവിടെയാണ് ടെക്സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ആ ലെസൺ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. സതീഷ് രാവിലെ എന്താണ്, आज सवेरे सतीश ने रत्नेश की कमीज पर किवांश चिपका दी. അത് രാവിലെ, ഇന്ന് രാവിലെ സതീഷിനെ രത്നേഷ് की कमीज पर किवांश चिपका दी. അതാണ് ഈ ആൻസർ. സതീഷിനെ सुबह सुबह रत्नेश की कमीज पर किवांश चिपका दी थी. രണ്ടാമത്തെ ചോദ്യം, അത് പറഞ്ഞു പഠിക്കും. ഓറലായിട്ട് പറഞ്ഞ് എഴുതാനില്ല, ഓറലായിട്ട് പറഞ്ഞ് പഠിച്ചാൽ മതി നിങ്ങൾ. അടുത്ത क्वेश्चन ആണ്. सतीश और व्योमेश का शरारतों का उनके भविष्य पर क्या प्रभाव पड़ता. സതീഷിൻ്റെ വ്യോമേഷിൻ്റെ ഈ അലസത അല്ലെങ്കിൽ ഈ കുറുമ്പ് കാരണം അവർക്ക് എന്ത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. उनकी निरंतर शरारतों के कारण, उनकी निरंतर शरारतों के कारण वे पढ़ाई में पिछड़ जाते और परीक्षा में फेल भी हो सकता है. ഒന്നുകൂടെ പറയാം, ഒരു മിനിറ്റ്, ഒരു മാർക്ക്. उनकी निरंतर शरारत के कारण वे पढ़ाई में पिछड़ जाते और परीक्षा में फेल भी हो सकते थे. ओके, അടുത്തത് നമുക്ക് നോക്കാം. सभी साथी सतीश और व्योमेश की बुराई क्यों करते हैं. ഇത് എഴുതി തന്നെ പഠിക്കണം, ചിലപ്പോൾ ചോദിക്കുമായിരിക്കും കേട്ടോ, ക്ലാസ്സിലൊക്കെ ചോദിക്കും. सभी साथी सतीश और व्योमेश की बुराई क्यों करते थे. सभी साथी उनकी बुराई इसलिए करते थे क्योंकि वे दोनों अपने सहपाठियों को परेशान करते थे और अमीर घर के होने के कारण अपनी धन दौलत की ध्वंस दिखाते थे. ओके, അടുത്ത നോക്കാം. ജഗത് कैसा लड़का था. ജഗത് എങ്ങനത്തെ ആളായിരുന്നു, എങ്ങനത്തെ ലടുക്കായിരുന്നു, കുട്ടിയായിരുന്നു. ജഗത്
जगत कैसे लड़का था? जगत एक होनहार लड़का था जो पढ़ाई में बहुत अच्छा होने के साथ साथ एक बेहतरीन अभिनेता भी था। वह कविताएं और कहानियां भी लिखता था, जिसके कारण सभी साथी उसका आदर करते थे। ഓക്കെ, ഒന്നുകൂടെ വായിക്കട്ടെ കേട്ടോ, ഒന്നുകൂടെ വായിക്കാം. जगत एक होनहार लड़का था जो पढ़ाई में बहुत अच्छा होने के साथ साथ एक बेहतरीन अभिनेता भी था। वह कविताएं और कहानियां भी लिखता था, जिसके कारण सभी साथी उसका आदर करते थे. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, सर ने सतीश और व्योमेश को सुधारने के लिए क्या किया? सर ने सतीश और व्योमेश को सुधारने के लिए क्या किया? सर ने स्कूल के वार्षिकोत्सव के नाटक में सतीश और व्योमेश के ही अवगुणों और हरकतों पर आधारित एक नाटक प्रस्तुत करवाया, जिसे देखकर उन दोनों को अपनी गलती का एहसास हुआ और वे सुधर गए. ओके, ഒന്നുകൂടെ നോക്കാം. सर ने सतीश और व्योमेश के सुधारने के लिए क्या किया? उत्तर, सर ने स्कूल के वार्षिकोत्सव के नाटक में सतीश और व्योमेश के ही अवगुणों और हरकतों पर आधारित एक नाटक प्रस्तुत करवाया, जिसे देखकर उन दोनों की अपनी गलती का एहसास हुआ और वे सुधर गया. ओके, അടുത്തത് लाइफ स्किल्स एंड वैल्यूज. सतीश और व्योमेश सबको अपने पैसों की ध्वंस दिखाते थे. क्या वह उचित था? शिक्षा के बिना कैसे भविष्य बनता है? आंसर होगा, अपना पैसों की ध्वंस दिखाना बिल्कुल भी उचित नहीं था. धन दौलत से कोई बड़ा नहीं बनता, बल्कि अच्छे व्यवहार और गुणों से बनता है. അടുത്ത ലൈൻ കൂടെ നോക്കാം. शिक्षा के बिना मनुष्य का भविष्य अंधकारमय हो जाता है. बिना शिक्षा के युक्ति को सही और गलत का ज्ञान नहीं होता और वह जीवन में कभी आत्मनिर्भर या सफल नहीं पाता. അടുത്തത്, नाम वाले शब्द पर गोला लगाया. पेड़ अड़ंगिയിരിക്കുന്ന शब्दों में गोला लगाने के लिए. गोला एक फॉर एग्जाम्पल व्योमेश. ओके, व्योमेश इस नाम वाला शब्द. गीत इस नाम वाला शब्द. लापरवाही ऑल्सो. पढ़ाई, बुराई. कमीज, शर्ट और वट कमीज नाम वाला शब्द. बढ़ाई नाम वाला शब्द. നെക്സ്റ്റ് നോക്കാം. അടുത്ത പിക്ചറിലേക്ക് നോക്കിക്കോ. ബേട്ട അല്ലേ, ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്. പിത, ഒരു അച്ഛനുണ്ട്. ഹാത്തി, ഒരു ആനയുണ്ട് അല്ലേ. ഇപ്പുറത്ത് എന്താണ്? മാത അല്ലേ. പിന്നെന്തോ കുട്ടി, പെൺകുട്ടി അല്ലേ. അമ്മയുണ്ട്, പെൺകുട്ടിയുണ്ട്. അവിടെ ഹാത്തിനി എന്താണ്? ആന, പെണ്ണാന കേട്ടോ. അടുത്ത നോക്കാം. यहाँ पिता, बेटा और हाथी शब्द से उनके पुरुष जाति के होने का
बहुत हो रहा है. ഈ ബേട്ട പിത ഹാത്തിനും ആണാന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. തഥാ മാതാ ബേട്ടി और ഹാത്തിനി, അത് മാതാ, ഇവിടെ നോക്ക്, മാതാ ബേട്ടി ഹാത്തിനി അല്ലേ. ഈ മൂന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, ശബ്ദ ഉനക്ക് സ്ത്രീ ജാതി കെ ഹോനെ കാ ബോധ് ഹോ രഹാ ഹൈ, അവർ പെണ്ണുങ്ങളാണെന്ന് തിരിച്ചറിയുന്നുണ്ട് അല്ലേ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ബേട്ട എന്ന് പറയുമ്പോൾ ആൺകുട്ടിയായിട്ട് അറിയുന്നുണ്ട്, ബേട്ടി എന്ന് കേൾക്കുമ്പോൾ പെൺകുട്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. शब्द के जिस रूप में उसके पुरुष जाति या स्त्री जाति का होने का पता चलता है उसे लिंग कहते हैं. ശബ്ദത്തിലൂടെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയുന്നതിനാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് लिंग दो प्रकार के होते हैं, पुल्लिंग और स्त्रीलिंग. पुल्लिंग पुल्लिंग इस शब्द रूप में पुरुष जाति का बोध होता है. പുല്ലിംഗ് എന്ന് പറയുന്നത് ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ജയ്സെ ലടുക്ക ആൺകുട്ടി, ഘോഡ കുതിര, ചൂഹ എലി ആദി തുടങ്ങിയവ. അടുത്ത സ്ത്രീലിംഗ് നോക്കിയാലോ. इस शब्द रूप से स्त्री जाति का बोध होता है. സ്ത്രീലിംഗ ശബ്ദത്തിന് വിളിക്കുന്നത് സ്ത്രീയാണെന്ന് ആ ശബ്ദത്തിലൂടെ തിരിച്ചറിയുന്നതിന് സ്ത്രീലിംഗം എന്ന് പറയും. ലടുക്കി എന്ന് കേട്ടാൽ നമ്മൾ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയും അല്ലേ, ലടുക്കി എന്ന് പറഞ്ഞാൽ. ഘോടി, ഘോടി എന്ന് വെച്ചാൽ കുതിര, പെൺകുതിര. ചുയ്യ പെണ്ണല്ലി ആദി തുടങ്ങിയവ. അടുത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലിപ്പം നോക്കട്ടെ. नीचे दिए गए शब्दों का स्त्रीलिंग या पुल्लिंग से मिलाया. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദം സ്ത്രീലിംഗവും പുല്ലിംഗവുമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അത് ചൂഹ എവിടെയാണ് കിടക്കുന്നത്? ചൂഹ അങ്ങ് ദൂരെയാണ് കിടക്കുന്നത് അല്ലേ. ചൂഹ ഇവിടെ ഉണ്ട്, ചുഹിയ ഇവിടെ ഉണ്ട്, ഷേർ ഉണ്ട്, ഷേർനി ഉണ്ട് അല്ലേ. ഇത് അല്ല, പേനയാണ് ഇത് അല്ലേ. ഷേർ, ഷേർനി. അടുത്ത് ചൂഹ, ചൂഹ കണ്ട, ചൂഹ കണ്ട, ചൂഹയുടെ മാച്ച് ചെയ്യുന്നതാണ് ചൂഹിയ അല്ലേ. അടുത്ത സ്ത്രീക്ക് നോക്കാം. സ്ത്രീക്ക് മാച്ച് ചെയ്യുന്ന ഏതാണ്? സ്ത്രീയുടെ പുല്ലിംഗ് ഏതാണ്? സ്ത്രീ 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 പുരുഷ് അല്ലേ. സ്ത്രീയും പുരുഷും. ബാക്കി ഏതാ? ഗായ്, ഗായ് പശു ഇല്ലേ, പശു. ഗായ് ബേൽ, ഗായ് എന്ന് വെച്ചാൽ പശു, ബേൽ എന്ന് വെച്ചാൽ കാള. ഓക്കെ, അടുത്ത പേജിലോട്ട് പോകാം. അടുത്തത് वाक्य का सही अर्थ से मिल कर आया. मैस्ट फॉलोइंग. आप पढ़ा रहे थे, वेर इट कॉस इधर नंबर 1. ओके, आप पढ़ा रहे थे, यू वर टीचिंग. इससे दोनों का नुकसान होगा. വിച്ച് വൺ? इससे दोनों का नुकसान होगा. ഇതുകൊണ്ട് രണ്ടുപേർക്കും നഷ്ടങ്ങൾ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഹേർട്ട് ബോത്ത്. രണ്ട് കേട്ടോ, ഇത് രണ്ട്. ഒന്നാമത്തെ ഇത് മാച്ച് ചെയ്യും, രണ്ടാമത്തേന് ഇത് മാച്ച് ചെയ്യും. രണ്ട്. മൂന്നാമത്തെയോ? ഹം ദോനം ജൈസി താക്കത്ത് കിസിമേ നഹി ഹെ. ഹം ദോനം, നമ്മൾ രണ്ടുപേർക്കുള്ള അത്രയും പവർ മറ്റാർക്കും ഇല്ല. ആരോഗ്യം, അത് പവർ, അതാണ് മാച്ച് ചെയ്യുന്നതാണ്. നോ വൺ ഹാസ് ദ സെയിം സ്ട്രെങ്ത് ആസ് ബോത്ത് ഓഫ് us. ओके, लास्ट द फोर्थ वन. कक्षा में अशांति रहती है. कक्षा क्लाസ്സിൽ അശാന്തി ആയിക്കൊണ്ടിരുന്നത് അല്ലെ. there is turmoil in the class. turmoil. ഓക്കെ, ഇത് 4. ഓക്കെ, അടുത്ത എന്താണ്? ഇത് റൈറ്റിംഗ്. അധ്യക്ഷ മഹോദയനെ കാര്യക്രമ की പ്രശംസ की, അത് താഴെ എഴുതണം. പിന്നെ ഡിക്റ്റേഷനുകളൊക്കെ. ഓക്കെ, അതോടെ ഈ ലെസണിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഇതോടെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനം അത്യാവശ്യമാണ്.